ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു ചാനൽ YTV നമ്മൾ ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നല്ല വീഡിയോസ് എടുക്കുകയും അത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരും സഹകരിക്കുക. പുതിയ ഒരു ഡിവൈസ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. നമ്മളിന്നൊരു വയർലെസ് മൈക്കിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും അതൊരു സസ്പെൻസാണ്. നിങ്ങളിത് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടാൽ മതി. നമുക്ക് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ആമസോണിൽ നിന്ന് ആദ്യം എനിക്കൊരു പാക്ക് വന്നതാണ്. അപ്പോൾ അത് വർക്കിംഗ് അല്ലാത്ത കാരണം ഞാൻ റിട്ടേൺ ചെയ്തിട്ട് പിന്നെ രണ്ടാമത് വന്ന ഐറ്റമാണിത്. നമുക്ക് എന്തായാലും ഐറ്റം നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ഐറ്റം കണ്ടല്ലോ. പിന്നെ അവരുടെ മൈക്ക്, വയർലെസ് മൈക്ക് സെറ്റാണ്. അപ്പോൾ ഇത് സിംഗിൾ പീസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ഒരൊറ്റ മൈക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. എന്തായാലും നമുക്ക് മൈക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു വാറണ്ടി കാർഡുണ്ട്. പിന്നെ ഇതാണ് ഐറ്റം വരുന്നത്. ഇതുപോലൊരു ഹോൾഡറിലാണ് വരുന്നത്. ഇത് മൈക്ക്, ഇത് ട്രാൻസ്മിറ്റർ. ഇതിനകത്ത് നമ്മൾ കുത്തി ചാർജ് ചെയ്യാൻ പറ്റും. ഇത് USB പോർട്ടാണ്. അപ്പോൾ ഇതിനകത്ത് കുത്തി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു അഡാപ്റ്ററിലേക്ക് ഇതിങ്ങനെ ഇട്ടാൽ മതി. സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് അത് ചാർജ് ആയിക്കോളും. പിന്നെ ഇതിനകത്ത് മറ്റൊരു ഐറ്റം കൂടി ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു കേബിൾ കൂടി വരുന്നുണ്ട്. ഇത് USB Z ടൈപ്പ് കേബിളാണ്. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുത്തി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മൈക്ക്. നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്ത ഗ്രിനാരിയോ എന്ന വയർലെസ് മൈക്കിൻ്റെ സൗണ്ട് ടെസ്റ്റിംഗ് എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ മൈക്കാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്മിറ്റർ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ഈ മൊബൈലുള്ള വോയിസ് റെക്കോർഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെ വ്യത്യാസം ഒന്ന് നോക്കാം. എത്രത്തോളം ലെങ്ത്ത് കിട്ടും, എത്രത്തോളം വോയിസ് ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഹലോ, ഇത് അമ്മച്ചിയാണ്. അപ്പോൾ എന്തായാലും മൈക്ക് നമുക്ക് അമ്മച്ചിനെ കൊണ്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അമ്മച്ചി പ്രാർത്ഥനയ്ക്ക് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും എന്തോരം ലെങ്ത്തിൽ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അമ്മച്ചി ഒന്ന് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക്. എന്തായാലും എൻ്റെ മകൻ പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാൻ ഒരുങ്ങിയതാണ്. അപ്പോൾ ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് പോകാമെന്ന് ഓർത്ത് അപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഏകദേശം 20ഓളം മീറ്റർ അകലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ വോയിസ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കണം. ഓക്കെ അമ്മച്ചി, അപ്പോൾ അമ്മച്ചി പള്ളിപ്പിക്കും.
ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ടെസ്റ്റിംഗ് ഇത് കഴിഞ്ഞാലേ വോയിസ് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ക്ലിയർ ആണ് എന്ന് തന്നെ വിചാരിക്കണം. ഒരു 20 മീറ്ററോളം നീളത്തിൽ. കാര്യം വെച്ചാൽ അതിലും അകലൊക്കെ കിട്ടുമായിരിക്കും ചിലപ്പോൾ. ഇതുവരെ കട്ടായിട്ടില്ല എന്ന് തോന്നുന്നു. കാര്യം ഇതിനകത്തൊരു പച്ച സിഗ്നൽ ലൈറ്റ് ഇപ്പോഴും ബ്ലിങ്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് വീഡിയോ കൂടി ക്ലാരിറ്റി കിട്ടുന്നത് ചിലപ്പോൾ ആ ഒരു അകലത്തിലായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആദ്യത്തെ ലൈവ് റെക്കോർഡിംഗ് ആയതുകൊണ്ട് അതിൻ്റെ ചില പോരായ്മകളുണ്ടാവും. പോരായ്മകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് തരിക. ഇത് പിന്നെ അത്ര വലിയ ക്വാളിറ്റിയുള്ള വയർലെസ് മൈക്കൊന്നുമല്ല. അത്ര ഫിൽട്രൈസേഷനോ കാര്യങ്ങളോ ഒന്നും ഇതിലുണ്ടാവില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും ഉണ്ടാവും. കാര്യം തുടക്കമല്ലേ. എപ്പോഴും നമുക്ക് ഈ ഒരു ചെറിയ ക്വാളിറ്റിയുള്ള മൈക്കിൽ തുടങ്ങുന്നതാണ് നല്ലതെന്ന് തോന്നി. അപ്പോൾ എന്തായാലും പോരായ്മകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഇനിയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള, സമൂഹത്തിന് വാല്യബിളായിട്ടുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നല്ല രീതിയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണം. താങ്ക് യു വെരി മച്ച്.